Hello friends, I am Mustafa from FITAC. Welcome to FITAC IT Club. FITAC IT Clubിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ബേസിക് ടേംസ് എന്താണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് ക്യാപിറ്റൽ അതായത് മൂലധനം. ഒരാൾ അയാളുടെ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ച തുകയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് തുടങ്ങുന്ന പാർട്ട്ണർമാരെയും നാം ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ മണി ഓർ മണീസ് വർത്ത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സെട്ര ഇൻട്രൊഡ്യൂസ് ഓർ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ബിസിനസ്. ബിസിനസ് തുടങ്ങുവാൻ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ എന്തെങ്കിലും അസറ്റ് കൊണ്ടുവന്ന് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ബിസിനസ് തുടങ്ങുവാൻ ക്യാഷ് തന്നെ വേണമെന്നില്ല. ക്യാഷിന് തുല്യമായ ഏതെങ്കിലും സാധനം കൊണ്ടുവന്നാലും മതി. ക്യാപിറ്റൽ രണ്ട് രീതിയിലുണ്ട്: ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥിര ആസ്തികളിന്മേൽ ചിലവഴിച്ച തുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന് ഉദാഹരണമാണ് ഒരു ബിസിനസ്സിനു വേണ്ടി വാങ്ങിയ ഭൂമി, ബിൽഡിംഗ്, മിഷനറി എന്നിവയെല്ലാം. എന്നാൽ കറണ്ട് ലയബിലിറ്റി കിഴിച്ച് ബാക്കി വരുന്ന കറണ്ട് അസറ്റിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണ ഉപയോഗിക്കാറ്. അടുത്തത് ഡ്രോയിങ് റെഫേഴ്സ് ടു ദ മണി ഓർ അസറ്റ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഓർ പേഴ്സണൽ യൂസ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന വ്യക്തികളാണ്. ആ ക്യാപിറ്റൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ അവരുടെ പേഴ്സണൽ ആവശ്യത്തിനായി എന്തെങ്കിലും പിൻവലിക്കുകയാണെങ്കിൽ, ക്യാഷായിട്ടോ അതർ അസറ്റായിട്ടോ പിൻവലിക്കുകയാണെങ്കിൽ അതിനെ ഡ്രോയിങ് എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ലാതെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പിൻവലിക്കുന്നതിനെ ഡ്രോയിങ് എന്ന് പറയും. നെക്സ്റ്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്. എ ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓൺ മണി ടു ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ആരാണോ ക്യാഷ് തരാനുള്ളത് അവരെ പറയുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ഉദാഹരണമായി, നമ്മുടെ ബിസിനസ് ഏതെങ്കിലും സാധനം കടത്തിന് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് കടത്തിന് സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ, ആ വിറ്റത് മുതൽ അവർ നമുക്ക് ക്യാഷ് തരാനുണ്ടാകും. കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരാണ് നാം കസ്റ്റമർ എന്ന് പറയുന്നത്. സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവരെയാണ് നാം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കടത്തിന് സാധനങ്ങൾ വാങ്ങിയാൽ ആ കസ്റ്റമർ സൺട്രി ഡെപ്റ്ററാണ്. നെക്സ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓൺസ് മണി. നമ്മുടെ ബിസിനസ് ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത് അവരെ പറയുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. എക്സാമ്പിൾ, സപ്ലയേഴ്സ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം നാം ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ സർവീസുകളോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പണം നൽകേണ്ടതായി വരും. ഇങ്ങനെ നമ്മുടെ ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരെ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്നും പണം കൊടുക്കാനുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ളവരാണ്. സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ളവരെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നും, സ്ഥാപനത്തിൽ നിന്നും ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അവരെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നും പറയുന്നു. അടുത്തത്, ബിൽ റിസീവബിൾ. ഒരു നിശ്ചിത ദിവസം നിശ്ചിത തുക കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടി പ്രമാണമാണ് ഇത്. ആർക്കാണോ ഈ പ്രമാണം ലഭിക്കുന്നത് അയാൾ ആ പ്രമാണത്തെ ബിൽ റിസീവബിൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ഒരു ബിസിനസ്സിൻ്റെ കസ്റ്റമർ അവർ കടമായി വല്ലതും പർച്ചേസ് ചെയ്താൽ അവരെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ സൺട്രി ഡെപ്റ്റേഴ്സ് ഒരു നിശ്ചിത സമയത്ത് പണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി കരാർ പത്രം നൽകുകയാണെങ്കിൽ അതിനെ ബിൽ റിസീവബിൾ എന്ന് പറയുന്നു. പ്രസ്തുത പ്രമാണം നിശ്ചിത സമയത്തിനുള്ളിൽ പണമായി മാറുന്നതാണ്. ഇത് സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു കറണ്ട് അസറ്റാണ്. അടുത്തത്, ബിൽസ് പേയബിൾ. ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചിത തുക നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പുവെച്ചുകൊണ്ട് നൽകുന്ന വ്യക്തി ആ പ്രമാണത്തെ ബിൽസ് പേയബിൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്,
നമ്മുടെ സ്ഥാപനം ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അവരെ നാം സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ കൊടുക്കാനുള്ള പണം ഒരു നിശ്ചിത സമയത്ത് നൽകാം എന്ന രീതിയിൽ അഗ്രിമെൻ്റ്, അതായത് കരാർ പത്രം നൽകുകയാണെങ്കിൽ അതിനെ ബിൽസ് പേയബിൾ എന്ന് പറയും. നിശ്ചിത സമയത്തിനുള്ളിൽ വ്യക്തി ആ പ്രമാണത്തെ ബിൽസ് പേയബിൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ബിസിനസ്സിൽ ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അവരെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ പണം കൊടുക്കാനുള്ള വ്യക്തികൾക്ക് ഒരു നിശ്ചിത സമയത്ത് പണം നൽകാം എന്ന രീതിയിൽ ഒരു അഗ്രിമെൻ്റ്, കരാർ പത്രം നൽകുകയാണെങ്കിൽ അതിനെ ബിൽസ് പേയബിൾ എന്ന് പറയും. നിശ്ചിത സമയത്തിനുള്ളിൽ പണം നൽകേണ്ടതുകൊണ്ട് അതിനെ കറണ്ട് ലയബിലിറ്റി എന്ന് അറിയപ്പെടുന്നു. അടുത്തത് അസറ്റ്. ഒരു ബിസിനസ്സിന് സ്വന്തമായുള്ളതും വിലയുള്ളതുമായ വസ്തുക്കളെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് രണ്ട് രീതിയിലുണ്ട്: ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാനുള്ള വസ്തുക്കളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റേണ്ടതില്ലാത്ത വസ്തുക്കളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ലാൻഡ്, മിഷനറി, ബിൽഡിംഗ് തുടങ്ങിയവ ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ലയബിലിറ്റി. ബിസിനസ് കൊടുക്കാനുള്ള തുകകളെ നാം ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ഇതും രണ്ട് രീതിയിലുണ്ട്: കറണ്ട് ലയബിലിറ്റി, അതായത് ഷോർട്ട് ടേം ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനശേഷി, പ്രവർത്തന ഫലം എന്നിവ വിലയിരുത്തുന്നതിന് ഒരു പ്രത്യേക കാലയളവ് ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം, അതുമല്ലെങ്കിൽ 1 വർഷം വരെ ആകാറുണ്ട്. സാധാരണയായി ഇത് 1 വർഷമാണ്. ഇതിനെ നാം അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അമേരിക്കയിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അടുത്ത ടേമാണ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം. ഒരു വ്യാപാര സ്ഥാപനം അതിൻ്റെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് വരുമാനം. റവന്യൂ അല്ലെങ്കിൽ ഇൻകം, അതും രണ്ട് രീതിയിലുണ്ട്: ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. അടുത്തത് എക്സ്പെൻസ്. വരുമാനമുണ്ടാക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന തുകയാണ് ചിലവുകൾ, അതായത് എക്സ്പെൻസുകൾ. എക്സ്പെൻസുകളും രണ്ട് രീതിയിലുണ്ട്: ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. മറ്റൊരു ടേമാണ് ഗുഡ്സ്. വിൽപ്പന നടത്തുന്നതിനു വേണ്ടി വാങ്ങിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെയാണ് ചരക്കുകൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. വിൽക്കാൻ വേണ്ടി ചരക്കുകൾ വാങ്ങുന്നതിനെ പർച്ചേസ് എന്ന് പറയുന്നു. അതായത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ചരക്കുകളെ പർച്ചേസ് എന്ന് പറയുന്നു. സാധനങ്ങളോ സേവനങ്ങളോ ഉപഭോക്താക്കൾക്ക് നൽകുമ്പോൾ ലഭ്യമാകുന്ന വരുമാനത്തെ സെയിൽസ് എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതിനെ സെയിൽ എന്ന് പറയുന്നു. ചിലപ്പോൾ വാങ്ങിയ സാധനങ്ങൾ മൊത്തമായോ ഭാഗികമായോ തിരിച്ചു നൽകേണ്ടി വരും. ഇതിനെ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നു. പർച്ചേസ് ചെയ്യുന്നത്, റിട്ടേൺ നൽകുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വിൽപ്പന ചെയ്ത ഗുഡ്സ് തിരിച്ച് ബിസിനസ്സിൽ തന്നെ വരുന്നതിനെ നാം സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നു. അതായത് സെയിൽ ചെയ്തത് റിട്ടേൺ ആകുക, സെയിൽസ് റിട്ടേൺ. ബിസിനസ് സെയിൽ ചെയ്യുന്നത് റിട്ടേൺ ആവുന്നതിനെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നു. ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് റിട്ടേൺ ചെയ്യുമ്പോൾ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നു. ബിസിനസ്സിലേക്ക് ഗുഡ്സ് വന്നാൽ അത് ഗുഡ്സ് ആയിട്ടല്ല പരിഗണിക്കുന്നത്, പർച്ചേസ് ആയിട്ട് പരിഗണിക്കും. ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് പോയാൽ അത് സെയിൽ ആയി പരിഗണിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ്. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.